ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. നിങ്ങൾ ഈ ഒരു ഒറ്റ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ എൻറ്റയർ നിന്റെ സോഷ്യൽ സ്കിൽ ക്യാൻ ബി മൾട്ടിപ്ലൈഡ്. ലൈക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് 10x. ഇപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സോഷ്യൽ സ്കില്ല് നിൽക്കുന്നത് അതിനെ ഒരു 10 ഇരട്ടി സ്ട്രോങ് ആക്കാൻ ഈ ഒരു ബുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ വർക്കിലായിക്കോട്ടെ, എന്തിലും. അപ്പം നമ്പർ 1 ഇസ് സ്മൈൽ. ഏതൊരു കാര്യം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയാം. അപ്പം ചിരി ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത് യു ആർ എ ഹാപ്പി പേഴ്സൺ. യു ആർ ഒരു എന്താ പറയുക, ഒരേ കാര്യം നിങ്ങൾ ചിരിച്ചുകൊണ്ടും ചിരിക്കാതെയും പറയുമ്പോഴും അതിലൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ പീപ്പിൾ ട്രസ്റ്റ് യു മോർ, പീപ്പിൾ ട്രൈ ടു ബി വിത്ത് യു മോർ. ആൾക്കാർക്ക് എല്ലാവർക്കും നിൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ നിൻ്റെ കൂടെ സംസാരിക്കാൻ കൂടുതൽ എൻഗേജ് ആവാൻ തോന്നും. കാരണം ചിരി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് വെൽക്കമിങ് അല്ലേ. നമ്മളൊരു ചിരിക്കും, നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് അല്ല വേണ്ടത്, നമുക്ക് എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്, തമാശയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാരെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അട്രാക്റ്റഡ് ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ ബി ദാറ്റ് പേഴ്സൺ ഹു ഓൾവേസ് സ്മൈൽസ് നോ മാറ്റർ വാട്ട്. ഓക്കെ. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എ ഗുഡ് ലിസ്ണർ. ലിസ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് ആരെങ്കിലും എന്തൊരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയണമല്ലോ വിചാരിച്ചിട്ട് അത് കേട്ടിട്ട് ഉടനെ ആ അതെ, അങ്ങനെയല്ല. ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ ആ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കുന്നതും ലിസൺ ചെയ്യുന്നതും ഡിഫറെൻ്റാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ 100% കൊടുത്തത് ലിസൺ ചെയ്യുന്നുണ്ട്. അതായത് ലിസൺ ചെയ്യുമ്പോൾ അത് ഫുള്ള് കേൾക്കുന്നുണ്ട്. നിങ്ങൾ അയാളെന്താ പറയുന്നേ എന്ന് കേൾക്കുന്നതിലുപരി അയാളെന്താ ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് രണ്ടും ചെയ്യുകയാണെങ്കിൽ യു ആർ ലിസണിങ്. അല്ലെങ്കിൽ ജസ്റ്റ് കേട്ട് വിടുകയാണ്. അങ്ങനെ കേട്ട് വിടാൻ എല്ലാവർക്കും പറ്റും. അത് ലിസൺ ചെയ്യുക. പിന്നെ അയാൾ ഒരു ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ റിമെമ്പർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, അന്ന് നീ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ദിൽ ബി സോ ഹാപ്പി. കാരണം എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. പക്ഷെ അയാളല്ലാണ്ട് നീ അത് ഓർത്ത് വെക്കുമ്പോൾ യു വിൽ ബി സ്പെഷ്യൽ ഫോർ ദം. ആരായിക്കോട്ടെ, എല്ലാവരും പറയുന്നത് കേൾക്കുക, ലിസൺ ചെയ്യുക, നിങ്ങളുടെ 100% കൊടുക്കുക. കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഇപ്പം നീ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളവരും ട്രീറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നോ അതേപോലെ നിങ്ങൾ ബാക്കിയുള്ളവരെ ട്രീറ്റ് ചെയ്യാം. അതായത് ഒരു ഗുഡ് ലിസ്ണർ ആവാം. യെസ്. കാരണം എല്ലാവർക്കും കുറേ സംസാരിക്കാനുണ്ടാവും അല്ലേ. ഒരുപാട് സംസാരിക്കാനുണ്ടാവും, നമുക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, കൂടുതൽ കണക്റ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആവണമെങ്കിൽ നീ കുറേ അങ്ങോട്ട് സംസാരിക്കണം. നോ 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 നോ. നീ അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത് കേൾക്കണം, ലിസൺ ചെയ്യണം. നല്ലോണം ലിസൺ ചെയ്യുമ്പോൾ 2 കാര്യം ഉണ്ടാവും. ഒന്ന്, യു ക്യാൻ ടോക്ക് ബെറ്റർ വിത്ത് ദം. അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കി കൂടുതൽ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാം. ഇഫ് യു വോണ്ട് ടു ബി എ ഗുഡ് സ്പീക്കർ, ഫസ്റ്റ് ബി എ ഗുഡ് ലിസണർ. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുന്നത് അങ്ങനെയല്ലേ. നമ്മൾ ആദ്യം സംസാരിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് അത് കണ്ട് അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പിന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ബി എ ഗുഡ് ലിസണർ, ഓൾവേസ് സ്മൈൽ. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊരിക്കലും അടച്ച ആക്ഷേപിക്കരുത്. അല്ലെങ്കിൽ എന്താ പറയുക, നീ പറയുന്നൊന്നും ശരിയല്ല, തെറ്റാ, അവരങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്ത് വിടരുത്. ദിസ് ഈസ് നോട്ട് പീപ്പിൾ പ്ലീസിങ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവർക്കും അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് ഒരു റൈറ്റ് ആൻസർ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഈസ് ലൈഫ്. എല്ലാവർക്കും അവരുടേതായ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും.
പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള റൈറ്റ് ആൻഡ് റോങ് ഉണ്ടാവും. അപ്പം നമുക്കൊരിക്കലും ഇതാണ് എപ്പോഴും ശരി, ഞാനാണ് എപ്പോഴും ശരി എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നമുക്കും തെറ്റ് പറ്റും, അവർക്കും തെറ്റ് പറ്റും. അപ്പോൾ ആ ശരികളെയും തെറ്റുകളെയും മനസ്സിലാക്കി അവർ പറയുന്ന ആ ഒരു ഡിസിഷനെ, അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യത്തിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. റെസ്പെക്ട് പീപ്പിൾ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളെ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ പേര് പെട്ടെന്ന് ചില ആൾക്കാർ ഒരു കോൺവെർസേഷൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു 3 വട്ടം നിങ്ങളുടെ പേര് എടുത്തു വിളിക്കും. ആദ്യമായിട്ട് കാണുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെട്ടാണ്, അപ്പോൾ അയാൾ നിങ്ങളടുത്ത് ഒന്ന് ഷെയ്ക്കാനൊക്കെ തന്ന് ഒന്നിലധികം തവണ നിങ്ങളുടെ പേരെടുത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ ദേ ആർ യൂസിങ് എ ടെക്നിക്.